ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓമക്കായ വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് തന്നെ കേട്ടോ. നിങ്ങൾ ആരും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ ഓമക്കായ വെച്ചിട്ടൊക്കെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ കണ്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അതിന് ആദ്യം തന്നെ ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കറി തന്നെയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് നമ്മളൊരു വ്യത്യസ്ത രീതിയിലാണ്. പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്ന പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോയത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിൻ്റെ ഓമക്കായൊക്കെ എടുത്തതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഞാനിത് അതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിരുമ്പി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. അതൊക്കെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാതിരിക്കട്ടെ. അതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയും, ഒരു തുണ്ട് ഇഞ്ചിയും, ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരുപാട് ചേരുവേൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. പിന്നെ അതൊക്കെ ഞാൻ തൊലിച്ചൊക്കെ അവിടെ നേരാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ കഴിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇല്ലാത്തവർക്ക് എണ്ണ കുറവായിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച തക്കാളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, നല്ലൊരു മണമാണ് നമ്മുടെ കറിക്ക്. തക്കാളീൻ്റെ തോലൊക്കെ ഒന്ന് പൊട്ടിയിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടാവും. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി എടുത്തതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചത് 2 ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ഉള്ളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി 2-3-4 അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഇഞ്ചി മുഴുവനായിട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതും ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇത് 4 പട നമുക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുമ്പോൾ അടിപൊളി മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടാറട്ടെ. അതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ച ഓമക്കായന് മുഴുവനായിട്ട് ഞാനത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ എണ്ണയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഒരുപാട് വെന്ത് കുഴഞ്ഞിട്ടൊന്നും പോകണ്ട. നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി അതിൻ്റെ കളറൊന്ന് വ്യത്യാസമായി വന്നാൽ മതി. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസമായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് എണ്ണ കുടിക്കണ ഒരു റെസിപ്പി ഒന്നുമില്ല കേട്ടോ. ഒരുപാട് എണ്ണൻ്റെ ആവശ്യമില്ല, ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. അത് ഞാനവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതേ എണ്ണയിലേക്ക് തന്നെയാണ് 2-3 ചെറിയ ഉള്ളി ഞാൻ അതിന് മാറ്റി വെച്ചതെന്ന് പറഞ്ഞില്ല, അത് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാനില്ലാതെ അരിഞ്ഞെടുത്തതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ചട്ടി ഇരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന് ശേഷം ഞാൻ അതിന് 2-3 വെളുത്തുള്ളി മാറ്റി വെച്ച് പറഞ്ഞത് അതും കനല്ലാണ്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകല്ല, കാന്താരി മുളകാണ്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സ് മുഴുവനായിട്ടും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിലുള്ള പൊടികൾ ഇട്ടെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളവും ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മിക്സി കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓമക്കായയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാം പാടെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കുക. ഇനി അത് തിളച്ച് വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതും കൂടി അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും.
ഇപ്പോൾ നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓമക്കായ ഞാൻ അതിലേക്ക് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഓമക്കായെന്നോ പപ്പായെന്നോ കർമൂസെന്നോ എന്തൊക്കെയോ പറയില്ല, അതെല്ലാം ഒന്ന് തന്നെ കേട്ടോ. ഞങ്ങളുടെ അവിടെ ഓമക്കായ എന്നാണ് പറയുക. അതിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഓമക്കായ്ക്ക് കുറച്ച് വേവുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഓമക്കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ, നല്ല ടേസ്റ്റുമായിരുന്നു. നമ്മളൊക്കെ ഫ്രൈ ചെയ്തിട്ടല്ലേ വെച്ചത്, അതുകൊണ്ട് നല്ല മണം ഉണ്ടായിരുന്നു. ഇതേപോലെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു സാധനം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി, ചേർത്തിയിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഒരു കപ്പ് തൈര് എടുത്തിട്ട്, ഒരുപാട് പുളിയില്ലാത്ത തൈരാണിത്. തൈര് എടുത്ത് നല്ലപോലെ വിസ്കും കൊണ്ടൊന്ന് കട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചട്ടിൻ്റെ ചൂടിലിരുന്നിട്ട്, ചട്ടി തന്നെ നല്ല ചൂടല്ല, മൺചട്ടിയാണല്ലോ, നല്ലപോലെ ചൂടായി കിട്ടും. ഒരുപാട് തിളയ്ക്കൊന്നും ചെയ്യരുത്. തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിക്കണ ഭാഗം എൻ്റെ ഒന്ന് മിസ്സായിപ്പോയി. അതിന് ശേഷം ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊരു താളിപ്പിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, വറമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കണില്ല. ഈ വറവും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ കറി വേറെ ലെവലാവും. നല്ല മണവും നല്ല ടേസ്റ്റോട് കൂടി അടിപൊളി ഒരു മസാലക്കറി അല്ലത്, ഓമക്കായ് തൈര് കറി. തൈര് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. നാടൻ കൂട്ടാനുകളൊക്കെ ഇങ്ങനെ പഴയ കാലത്തെ നാടൻ കൂട്ടാനൊക്കെയാണ് ഇത്. ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഒരാളെങ്കിലും ചെയ്തതിന് ശേഷമുള്ള കമൻറ്റ് ഇടുമ്പോഴാണ് അത് ഇനി ഒരാൾക്കും കൂടി ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. തൈര് ഒഴിച്ച കാരണം കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരെ കൊണ്ട് ഒരിക്കൽ കൂടി താങ്ക് യു. അസ്സലാമു അലൈക്കും. ബായ്.